ശ്രീ ബി എൻ ഹസ്കർ, അങ്ങേക്ക് മറുപടി പറയാം. ഒപ്പം തന്നെ ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. ഈ കഴിഞ്ഞ ബജറ്റിൽ 30 പ്രഖ്യാപനങ്ങൾ ഇപ്പോഴും അതൊന്ന് തൊടുക പോലും ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വലിയ വലിയ കയ്യടികളോടെ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 30 പദ്ധതികളുടെ ലിസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന്, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിന് ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല. APJ അബ്ദുൽ കലാം ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 3 സെന്റർ ഓഫ് എക്സലൻസ് ആരംഭിക്കാൻ 71 കോടി മാറ്റിവെച്ചു. പക്ഷേ ഒരു പണിയും അവിടെ ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഏറ്റവും അധികം ഈ സർക്കാർ പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന കാര്യമാണ്. കടലാക്രമണ ഭീഷണി നേരിടുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ പുനർഗേഹം പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു വീടിന് 10 ലക്ഷം രൂപയ്ക്ക് 12 മാസത്തിനകം പണി തീർത്തില്ലെങ്കിൽ 18% പലിശ സഹിതം തിരിച്ചടയ്ക്കണം. അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റ് പോലും, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പ്രോജക്റ്റ് പോലും ഇവിടെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഏറ്റവും വലിയ ഉദാഹരണമാണ് പൂവാറിലെ കപ്പൽ നിർമ്മാണശാല കേന്ദ്രം. ഇതിൽ 6 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ കത്തയച്ചു സംസ്ഥാന സർക്കാരിന്. ഇതിൽ എന്ത് നടപടിയാണ് എടുത്തത്? ഇക്കാര്യങ്ങൾ, ഇതിൻ്റെ ഈ പദ്ധതിയോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമീപനം എന്താണ് കൈക്കൊള്ളാൻ പോകുന്ന സമീപനം? പക്ഷേ 6 മാസമായിട്ടും ആ കത്തിന് ഒരു മറുപടി പോലും അയച്ചില്ല. പക്ഷേ ഇന്ന് നോക്കൂ, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ അത്തരത്തിൽ ഒരു പ്രോജക്റ്റ് കേന്ദ്ര സർക്കാരുമായി സഹകരിച്ച് അവിടെ നടപ്പാക്കുമെന്ന് പറയുകയാണ്. ഇതിൽ എവിടെയാണ് നിങ്ങളുടെ ആത്മാർത്ഥത? പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഈ ബജറ്റിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. കഴിഞ്ഞ തവണ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയല്ലേ സാർ? 6 മാസം മുമ്പ് കേന്ദ്ര സർക്കാർ ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചു. ഇതിൽ തുടർ നടപടി വിശദീകരിക്കാൻ പറഞ്ഞു. പക്ഷെ ഒന്നും പറഞ്ഞില്ല. അത് ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനമായി ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമായി നിങ്ങൾ അതിനെ ഉപയോഗിച്ചു എന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലല്ല. അത് ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കേന്ദ്ര സർക്കാരുമായി ഇത് സംബന്ധിച്ച് കപ്പൽ നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഉള്ള തയ്യാറെടുപ്പുകൾ നിശ്ചയിച്ചിരിക്കുന്നു. ഒന്നത്. 2, കേരളത്തിന്റെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വളർച്ചയാണ് കേരളത്തിന് അനുകൂല സാഹചര്യം എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ കേരളത്തിന്റെ സാധ്യതകൾ പരിശോധിക്കുക, ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സർക്കാർ ചെയ്യുന്നത്. അത്തരത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. കേന്ദ്രം പണം തരുന്നില്ല, അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. കേന്ദ്ര ബഡ്ജറ്റിൽ സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ നൽകുന്നതിനും അതുപോലെ ടിങ്കർ ലാബുകൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ നൽകുന്നതിനും പദ്ധതി ആവിഷ്കരിക്കുന്നതിനു വേണ്ടി ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടായി. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും പ്രൈമറി സ്കൂളുകൾ വരെ കമ്പ്യൂട്ടർ ആയി കഴിഞ്ഞു. ടിങ്കർ ലാബുകൾ എല്ലാ സ്കൂളുകളിലും ആയിക്കഴിഞ്ഞു. 2000-ലധികം വരുന്ന സ്കൂളുകളിലായി കഴിഞ്ഞു. മാത്രമല്ല, കണക്ടിവിറ്റി കേരളത്തിൽ എല്ലാ സ്കൂളുകൾക്കും കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് കേന്ദ്രം പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആ പദ്ധതിക്ക് കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് 10,000 കോടി രൂപയുടെ നഷ്ടം വരും കേരളത്തെ സംബന്ധിച്ചിടത്തോളം. കേരളത്തിൽ ലഭിക്കുന്ന ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിൽ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമ്മുടെ കുട്ടികൾ കൈയൊഴിയുന്നത്? ബാംഗ്ലൂരിലും പൂനെയിലുമായി നമ്മുടെ കുട്ടികൾ പോവുകയാണ്. ഇപ്പോൾ തന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്ക് കൂടി ഈ കുട്ടികളുടെ ഒഴുക്ക് അങ്ങ് നീളുകയാണ്. ഉത്തരേന്ത്യയിലെ സർവകലാശാല, കുരുക്ഷേത്ര യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സർവകലാശാലകളിലേക്ക് നമ്മളുടെ മലയാളി വിദ്യാർത്ഥികൾ അവിടെ പോയി പഠിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇവിടുത്തെ പ്രസ്റ്റീജ് കോഴ്സുകളിൽ പോലും കുട്ടികൾ ചേരാനില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായത്? മാത്രവുമല്ല, നിങ്ങൾ കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു മുഖം തിരിക്കൽ സമീപനം കാരണം ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. വലിയ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കേന്ദ്ര ബജറ്റിൽ ഉണ്ടായി. 78,752 കോടിയാണ് NEP-ക്ക് അനുവദിച്ചത്. ഇതിൽ 60%വും ഈ 60% തുക അടക്കം നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. പക്ഷേ ഈ പദ്ധതി തന്നെ വേണ്ട എന്നുള്ള ഒരു സമീപനം കൈക്കൊണ്ട് നിന്നാൽ എങ്ങനെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടുക? അല്ല നീലിമ, ഇത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കേരളം ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുക്കുന്നതോടുകൂടി അത് അവസാനിപ്പിക്കാൻ കഴിയും. വേൾഡ് എക്കണോമിക് ഫോറത്തിൽ കുട്ടികളില്ല. പ്ലസ് ടു കഴിഞ്ഞാൽ കേരളം വിടുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. ജയകുമാർ, താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. അല്ല, ഇതിലെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം പറഞ്ഞത്,
കേന്ദ്ര സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടി പണം അനുവദിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. കേരളം ലാബിൻ്റെ അതുപോലെ ആധുനിക രംഗത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ സാറൊന്ന് ഈ സ്കൂളുകളിൽ ഒന്ന് പോയി നോക്കണം. അവിടെ കൊടുത്തിരുന്ന ഉച്ചഭക്ഷണം പോലും നേരെ ചൊവ്വേ കൊടുക്കാൻ കഴിയാതെ ഉച്ചഭക്ഷണ വിതരണം മുടങ്ങിയ സംസ്ഥാനമാണ് കേരളം. അവിടുത്തെ പ്രധാന അധ്യാപകർക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ആ പദ്ധതിയിൽ നിന്ന് പ്രധാന അധ്യാപകർ ആ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട് കേരളത്തിൽ. അപ്പം നിങ്ങൾ ഈ വീമ്പത്തരം പറയുന്നത് ആദ്യം അവസാനിപ്പിക്കണം. എന്താണ് അതിനകത്തുള്ള ശരിയായുള്ള വസ്തുത? എന്താണ് കേരളത്തിൽ നടക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾക്ക് അവിടെ കേരളത്തിലെ പുതിയ തലമുറ ഇവിടെ സർക്കാർ ജോലിയാണ്. കേരളത്തിലെ സർക്കാർ യുവതലമുറ ആശ്രയിക്കുന്നത് സർക്കാർ ജോലിയാണെന്ന് പറയുന്നു. ഈ കഴിഞ്ഞ വർഷത്തെ കണക്കെന്താണെന്നറിയോ? കേരളത്തിലെ സർക്കാർ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ LDC പരീക്ഷയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ പരീക്ഷ എഴുതുന്നത്. ആ പരീക്ഷയ്ക്ക് 1 ലക്ഷം പേരുടെ കുറവ് കഴിഞ്ഞ അപേക്ഷകരുടെ എണ്ണത്തിലുണ്ടായി. എന്തുകൊണ്ടാണ്? കേരളത്തിൽ യുവാക്കളില്ലാത്തതുകൊണ്ടാണോ? 10ാം ക്ലാസ്സും +2 പാസ്സാകുന്ന ആൾക്കാർ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ? ഇവിടുത്തെ ഈ സർവീസ് കേരളത്തിലെ സിവിൽ സർവീസ് മേഖലയിൽ ജോലി വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു, യുവാക്കൾ തീരുമാനിക്കുന്നു. കേരളത്തിലെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ പോലും 2.5 ലക്ഷം 3 ലക്ഷം ആൾക്കാരുടെ കുറവാണ് പരീക്ഷ എഴുതുന്നതിനുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ കേരളത്തിൽ സിവിൽ സർവീസ് മേഖല പൂർണ്ണമായും അസംതൃപ്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് സർക്കാർ ജോലി വേണ്ട എന്ന് യുവതലമുറ തീരുമാനിക്കുന്നു. എല്ലാ രംഗത്തും പരാജയമല്ലേ? ഏത് രംഗത്താണ് കേരളം മുന്നോട്ട് പോകുന്നത്? ഇത് വെറുതെ ഇങ്ങനെ വാചകത്തിൽ കൂടെ പറഞ്ഞാൽ മതിയോ സാർ? ഉച്ചക്കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത സ്കൂളിൽ ആ സ്കൂളുകളുടെ അങ്ങനെ ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളത്തിൽ നിലവിലുണ്ട്. ആ ഉച്ചഭക്ഷണം വിതരണം പോലും ശരിയായി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇപ്പോൾ റേഷൻ കടക്കാർക്ക് അവർക്ക് കൃത്യമായി കമ്മീഷൻ കൊടുക്കാത്തതുകൊണ്ട് റേഷൻ വിതരണം നിലച്ച സംസ്ഥാനമാണ് കേരളം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അവസ്ഥ എന്താ? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ അവിടെ വരുന്ന ഔട്ട്ലൈനിൽ വരുന്ന അവർക്ക് സബ്സിഡി കൊടുക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് യഥാസമയം ഫണ്ട് അനുവദിക്കാത്തത് കൊണ്ട് സബ്സിഡി സാധനങ്ങൾ കിട്ടാത്ത സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. സാർ, ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം, ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിനകത്ത് എൻ്റെ മനസ്സിൽ വേദന, ഞാനൊരു സർക്കാർ ജീവനക്കാരനാണ്, സർക്കാർ ജീവനക്കാരുടെ പ്രതിനിധിയാണ്. എന്നിരുന്നാൽ പോലും എൻ്റെ മനസ്സിനകത്ത് ഏറ്റവും വലിയ വേദന ഉണ്ടാക്കിയൊരു സംഭവം, ഈ ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് ഒരു 100 രൂപ ഈ പാവപ്പെട്ട കേരളത്തിലെ 55-60 ലക്ഷത്തോളം പേര് ക്ഷേമ പെൻഷൻ വാങ്ങുകയാണ്. അവർക്കൊരു 100 രൂപയുടെ വർധനവ് കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാലിന് കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ഈ പണി വെച്ച് മതിയാക്കി പോകുന്നത് നല്ലത്. അദ്ദേഹം എന്താ ചെയ്യാത്തത്? അദ്ദേഹം ചെയ്യും, ഉറപ്പായിട്ട് ചെയ്യും. അത് ഈ വരുന്ന നവംബർ മാസം നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 100-200 രൂപ കൂട്ടും. അങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അതുവരെയുള്ള പൈസ ലാഭിക്കാമല്ലോ. ഇപ്പം കൂട്ടി കൊടുത്താൽ ഈ വരുന്ന 6-7 മാസം 8-10 മാസം ആ പൈസ സർക്കാരിന് ലാഭിക്കാം, അതുവരെ കൊടുക്കണ്ടല്ലോ. അപ്പം ഈ തരത്തിൽ വോട്ട് ലക്ഷ്യമാക്കി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന, അതേ സമയത്ത് വസ്തുതാപരമായി കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കേരളം പല രംഗത്തും മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സംസ്ഥാനം പല രംഗത്തും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നൊരു സംസ്ഥാനമാണ് എന്ന് തുറന്നു പറയാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് ധനകാര്യ കമ്മീഷൻ്റെ അടുത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അല്ലാതെ ഈ വീമ്പത്തരവും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും യഥാർത്ഥ വസ്തുതയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ KSRTC ബസ് സ്റ്റാൻഡുകളിൽ പോയാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ പോയി, സത്യം പറഞ്ഞാൽ ആ ഡിപ്പോയ്ക്കകത്ത് ആ ബസ് കയറിയത് മുതൽ ഇറങ്ങുന്നത് വരെ ഒരു 15 മിനിറ്റ് ഞാൻ എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു. കാരണം അത്രയും ഇടിഞ്ഞ് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. അവിടുത്തെ മൂത്രപ്പുര മൂക്ക് പൊത്തിയിട്ട് പോലും ആ പരിസരത്ത് പോകാൻ കഴിയുന്നില്ല. എന്ത് മാറ്റമാണ് സാർ നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ എന്ത് നവകേരളമാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കുന്നത്? നിങ്ങൾ നവകേരളത്തിൻ്റെ പേരിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന് ആ 2018 പ്രളയകാലത്ത് പറഞ്ഞു ഒരു നവകേരളം സൃഷ്ടിക്കുകയാണെന്ന്. നിങ്ങൾ എവിടെയാണ് നവകേരളം സൃഷ്ടിച്ചത്? നിങ്ങൾ സൃഷ്ടിച്ച നവകേരളം ഒന്ന് കാണിച്ചു തരൂ സാറേ. നിങ്ങൾ എവിടെയാണ് നവകേരളം സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് ഈ സാധാരണക്കാരൻ്റെ ജീവിത നിലവാരം ഉയർത്താതെ എന്ത് നവകേരളമാണ് നിങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം ശരിയായ വസ്തുതയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ വരണം. ബഡ്ജറ്റ് എന്നുള്ളത് ഒരു പ്രഖ്യാപനം മാത്രമായിട്ടുള്ളതല്ല. ബഡ്ജറ്റ് ഈ കേരളത്തിലെ നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് ബഡ്ജറ്റിനകത്ത് ഉണ്ടാകേണ്ടത്. പക്ഷേ നമുക്ക് അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ബഡ്ജറ്റ് രേഖ എന്നുള്ളത് വെറും വാചക കസർത്തായി മാറുന്നു. അതുകൊണ്ടാണ് ശ്രീമതി നീലിമ ഇവിടെ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതികൾ എവിടെയായി എന്നുള്ളതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അതിലെ നിരവധി പദ്ധതികൾ, ആ പദ്ധതികളെ കുറിച്ചിട്ടൊരു ആലോചന പോലും നടന്നിട്ടില്ല. ഓക്കെ.